ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശം. എന്താണ്? ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശം. സെക്കൻഡ് പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. തേർഡ് പോയിന്റ്, ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ്. എന്താണ്? ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ്. അതുപോലെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. എന്താണ്? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിൽ, ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിൽ, അതുപോലെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ ആമുഖത്തെ നമുക്ക് പറയാം ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. ആമുഖത്തെ എന്തൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്? ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നു. എന്താണ് ആമുഖം? ആമുഖം ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നു. ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത്. എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത്? 1950 ജനുവരി 26. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരുന്നത്? USA-യിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി. അപ്പൊ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരുന്നത്? USA. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖമുണ്ടായത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖമുണ്ടായത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. എന്താണ്? ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നാണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ആ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അപ്പൊ എന്നാണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയതെന്നാണ്? 1947 ജനുവരി 22. 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത്. എന്നാണ്? 1947 ജനുവരി 22.
ആമുഖം ആരംഭിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയാണ്. എന്താണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരാമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. ആരാണ്? BN റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി. ആരാണ്? BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കാമത്താണ്. ആരാണ്? HV കാമത്താണ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. എത്രയാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചതാരാണ്? HV കാമത്ത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം 4 എണ്ണമാണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. ആരാണ്? BR അംബേദ്കർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം. 2020 കേരളം ഈ തീരുമാനമെടുത്തത്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? BR അംബേദ്കർ. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവയാണ് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. അതുപോലെ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. എന്താണ്? ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ബെരുബറി കേസ്. 1960 ബെരുബറി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചത് ബെരുബറി കേസിലാണ്. ബെരുബറി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കുറച്ച് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 എന്നാണ്. 1976 42ാം ഭേദഗതിയിലൂടെ 2ാം വകുപ്പ് പ്രകാരമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്.
ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. 42ാം ഭേദഗതിയിലൂടെ 2ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. അതുപോലെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും അതുപോലെ രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്താണ് ആമുഖത്തിൽ വരുത്തിയ ഭേദഗതി? ആമുഖത്തിൽ വരുത്തിയ ഭേദഗതിയാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതുപോലെ 2000 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എം.എൻ. വെങ്കിടചെല്ലയ്യ. എം.എൻ. വെങ്കിടചെല്ലയ്യയാണ് 2000 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. എം.എൻ. വെങ്കിടചെല്ലയ്യ. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ഭേദഗതി പ്രകാരം PSC 2022 ചോദിച്ച ഒരു ചോദ്യമാണിത്. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ റിപ്പബ്ലിക്, ഓപ്ഷൻ ബി ജനാധിപത്യം, ഓപ്ഷൻ സി പരമാധികാരം, ഓപ്ഷൻ ഡി സോഷ്യലിസം. ഏതാണ്? ഓപ്ഷൻ ഡി സോഷ്യലിസം ആണ് ആൻസർ. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ആൻസർ ഓപ്ഷൻ ഡി സോഷ്യലിസം. ഇനി നമുക്ക് ആമുഖത്തെ വിശേഷിപ്പിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഭരണഘടനയുടെ കീനോട്ട്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. എന്താണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ കീനോട്ട്. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. താക്കൂർദാസ് ഭാർഗവ് എന്താണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ ആത്മാവ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാലയാണ്. N.A. പൽക്കിവാലയാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് ആരാണ്? K.M. മുൻഷി. K.M. മുൻഷി ആമുഖത്തെ വിശേഷിപ്പിച്ചതാണ് രാഷ്ട്രീയ ജാതകം. ഏതൊക്കെയാണ്? ഭരണഘടനയുടെ കീനോട്ട് ഏണസ്റ്റ് ബാർക്കർ, ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ്, ഭരണഘടനയുടെ ആത്മാവും താക്കോലും ജവഹർലാൽ നെഹ്റു, തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാല, രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിച്ചത് K.M. മുൻഷി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.